കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിട്ട് ചക്ക വിടർന്നാൽ താമരയാവും എന്നൊക്കെ പറയുന്നത്. നേരത്തെ മാങ്ങയായിരുന്നു കഴിഞ്ഞ സീസണിൽ. സീസൺ മാറിയപ്പോൾ ചക്കയായി. ഒരു നാൾ കൈതച്ചക്കയായിരുന്നു. CPM MLA-മാരായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ 90 ദിവസം ജയിലിൽ കിടത്തിയിട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ജയിലിലാണെന്നാണ് പറയുന്നത്. ജയിലിൽ അതുകൊണ്ടാണ് വേതന വർധന ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് അരിവാൾ കത്രിക നക്ഷത്രം എന്നാണ്. കാരണം 5 വർഷം വയറ്റിലൊരു കത്രികയായിട്ടൊരു സ്ത്രീ നടക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ, ആരോഗ്യ വകുപ്പിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പറയുന്നത് 50 വർഷം ഇരുന്നാലും ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. കേരളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിലാണ്. നല്ല ചൂടുമുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചെയ്തിട്ടുള്ളത് ഹൈബി ഈഡൻ MP. താങ്ക് യു ഹൈബി. എങ്ങനെയുണ്ട് പ്രചാരണം? വളരെ ചുരുങ്ങിയ സമയമാണ്, നല്ല ചൂടാണ്. പക്ഷേ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കാൻഡിഡേറ്റ്സ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ സെക്കൻഡ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഒരല്പം വൈകിയതുകൊണ്ടും മുഴുവൻ സമയം അവരെല്ലാം ഇപ്പം മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും വാഹന പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ല കോൺഗ്രസ്സിന് UDF-ന് വലിയ പ്രതീക്ഷ നൽകുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും 9 MLA-മാരുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം 9. 9-ൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയാണ്. എൻ്റെ നിയോജകമണ്ഡലം പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി ഉള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ ഒരു ചാലഞ്ചിങ്, പക്ഷേ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇതിൽ ആദ്യം ഇപ്പോൾ പറഞ്ഞ പോലെ രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ പുറത്ത് വന്ന തർക്കം അതെല്ലാം പരിഹരിച്ചു. അത് കഴിഞ്ഞിട്ടും ഒരു ക്രെഡിറ്റ് UDF-ന് അവകാശമുള്ളത്. ആ തർക്കം വന്നാലും 140 മണ്ഡലങ്ങളിലും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുന്നണി എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ UDF-ആണ് താൻ. ആ തർക്കം ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? ഒരു കാര്യമില്ലാണ്ട് അവസാനം അല്ല, അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുൻകാലങ്ങളിൽ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും ഫാഗ് എൻഡിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളത്. 1, 2, 3, 4, 5 സ്ഥാനാർത്ഥികളെ ഒഴിച്ചിടാറുണ്ട്. ഞങ്ങൾ വളരെയധികം ഹോംവർക്ക് നടത്തി. ഇപ്പോൾ ബൈ ഇലക്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏത് സ്ഥാനാർത്ഥി നിർണയത്തെക്കാൾ കൂടുതൽ BJP-യോ CPM-ഓ നടത്തുന്നതിനേക്കാൾ മുൻപ് 24 മണിക്കൂർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞവർ 24 hours-നകം ഞങ്ങൾ കാൻഡിഡേറ്റ്സിനെ ഡിക്ലെയർ ചെയ്തു. ഈ 4, 5 ബൈ ഇലക്ഷൻ നടന്നതിലെല്ലാ സ്ഥലങ്ങളിൽ ഇവിടെയും ഞങ്ങൾ ഒരുപാട് ഹോംവർക്ക് നടത്തിയിരുന്നു. പക്ഷേ പല ഇക്വേഷൻസും, അത് പല സമവാക്യങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പല ഇക്വേഷൻസും, അതിലൊരു പ്രശ്നമുണ്ടായത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിചാരിച്ചതിലും വളരെ വേഗത്തിലായിരുന്നു. ഇപ്പോൾ BJP-യുടെയും CPM-ൻ്റെയും ഒരു പ്രചരണം നിങ്ങൾക്ക് നോക്കിയാൽ, അവർ ബോർഡുകൾ വെക്കുന്നതിൻ്റെ ഒരു അലൈൻമെൻറ്റ് നോക്കിയാൽ തന്നെ അറിയാം, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ തന്നെ നോക്കിയാൽ അറിയാം, അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടാകുന്ന എപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇലക്ഷൻ കമ്മീഷനെ പോലും. ഒരുപക്ഷെ ഇത്രയും നേരത്തെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതും ഞങ്ങൾ പരിഹരിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച് 1-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ എല്ലാ നിയോജകമണ്ഡലത്തിലുണ്ട്. നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഈ പട്ടിക പരിശോധിച്ചാൽ അറിയാം, പുതുമുഖങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേർ അവർക്ക് അവസരം ലഭിച്ചൊരു പട്ടികയാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ നൽകണം എന്നാണ് ആഗ്രഹിച്ചത്. ജനമത അംഗീകരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമ്പോൾ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന അവസാനം പറയുമ്പോഴും എപ്പോഴും തർക്കം ഉണ്ടാവുക എന്നുള്ള ശീലം മാറ്റാനായിട്ടില്ലേ? ഇല്ല, ഞാൻ വന്ദനയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ CPM, നിങ്ങൾ CPM-നെ നോക്കിയോ, ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ CPM-ൽ G. സുധാകരനെ പോലെ ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും? PK ശശി, എടുത്തു പറയാൻ കഴിയുന്ന എണ്ണപ്പെടുന്ന ഒരുപാട് CPM നേതാക്കന്മാർ BJP-യിലേക്ക് പോവുകയാണ്. ഒരുപാട് പേര് കോൺഗ്രസ്സിലേക്ക് വരികയാണ്. ചരിത്രത്തിലാദ്യമാണ്. CPM എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് കേഡർ സംവിധാനമുള്ള അച്ചടക്കമുള്ള ഒരു പാർട്ടി നയം പുലർത്തിയാൽ അത് പരിപൂർണമായി അംഗീകരിക്കുന്ന, അതൊക്കെ പോയി. CPM-ആണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് VD സതീശനോ KC വേണുഗോപാലോ സണ്ണി ജോസഫോ രമേശ് ചെന്നിത്തലയോ ഒരാൾ പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നൊരു പാർട്ടിയല്ല. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള
ഒരാൾക്ക് പോലും ഒരു MP യോ MLA യോ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാനുള്ള അവകാശം നൽകുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ആക്സസിബിൾ ആണ്, ഞങ്ങൾ അക്കൗണ്ടബിൾ ആണ്. അതിൻ്റേതായ ജനാധിപത്യ പ്രക്രിയയിലെ പ്രതിസന്ധികളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ കേരളം, തമിഴ്നാട്, ഇപ്പൊ കർണാടക ഒക്കെ പറയുന്നത് BJP-യുടെ ഒരു തേരോട്ടത്തിന് ചുരുത്തായി നിൽക്കുന്ന അവസ്ഥയാണ്. അതെങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ളത് BJP-യുടെ ഉദ്ദേശവുമാണ്. അപ്പോൾ രണ്ടും ഇപ്പം കോൺഗ്രസും CPM പരസ്പരം ഡീൽ ആരോപണമായിട്ടും സ്വന്തമായി BJP ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, യഥാർത്ഥത്തിൽ ഈ ഡീൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒന്നാണ്. ഞാനത് വളരെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, കോൺഗ്രസ് മുക്ത് ഭാരത് എന്നാണ് BJP-യുടെ സംഘപരിവാർ ശക്തികളുടെ പ്രഖ്യാപിത ലക്ഷ്യം. അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് കവർ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, CPM വീണ്ടും അധികാരത്തിൽ വരും, കോൺഗ്രസ് ഒരു കാരണവശാലും വരില്ല, ഞങ്ങൾക്ക് അവിടെ ഒരു സ്റ്റേക്കും ഇല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് CPM അധികാരത്തിൽ വരണമെന്നാണ്. ഈ ഒരു മെസ്സേജ് ഏറ്റവും വലിയ BJP-യുടെ ഹൈറാർക്കിയിൽ നിന്ന്, ഒരു പക്ഷേ സംഘടനാ രംഗത്ത് മോദിയേക്കാൾ ഒരു സേ ഉള്ള ഒരാൾ പറയുകയാണ്, ഞങ്ങൾക്ക് യാതൊരു സ്റ്റേക്കും ഇല്ലാത്തൊരു സ്റ്റേറ്റാണ് കേരളം, പക്ഷേ അവിടെ CPM വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് UDF എന്ന സംവിധാനം തകർന്നു കഴിയുമ്പോൾ അവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത് BJP-ക്കാണ്. ആസ് ആൻ ഓപ്പോസിഷൻ BJP വരും കാലങ്ങളിൽ വളരും. BJP-യുടെ കേരളത്തിലുള്ള വളർച്ച, അവരെല്ലാം ദേ ഹാവ് ട്രൈഡ് എവറിത്തിങ് ഇൻ കേരള. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളെ വേർതിരിക്കുക, അവരെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുക, ഭിന്നിപ്പിക്കുക, ഹേറ്റ്രഡ് പരത്തുക, ഇതാണ് വർഗീയതയുടെ പുതിയ രൂപമായി അവർ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ, നിങ്ങളിപ്പോൾ എറണാകുളം ജില്ല, ഇപ്പോൾ വന്ദനയുടെ വോട്ട് എവിടെയാണ്? എറണാകുളത്ത് എവിടെയാണ്? എറണാകുളം മണ്ഡലം ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 2020 ആണ് സ്ഥാനാർത്ഥി. ചക്കയാണ് ചിഹ്നം. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിട്ട് ചക്ക വിടർന്നാൽ താമരയാവും എന്നൊക്കെ പറയുന്നത്. അപ്പം BJP-ക്ക് എറണാകുളം ജില്ലയിൽ ഒരു വോട്ട് കുറച്ച് ഉള്ള ഒരു സ്ഥലം തൃപ്പൂണിത്തുറ ടൗണാണ്. അവരവിടെ മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചു. അപ്പോൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ ചക്ക ചിഹ്നം ഏറ്റവും കൂടുതൽ വോട്ട് BJP-യേക്കാൾ കൂടുതൽ പിടിച്ചു. അപ്പോൾ പിന്നെ ഇനി ചക്കയിൽ മത്സരിച്ചാൽ പോരെ, താമരയുടെ ആവശ്യമില്ലല്ലോ. സാബു ജേക്കബ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം വോട്ട് പിടിച്ച് ഏറ്റവും കൂടുതൽ വലിയ വോട്ട് പിടിക്കുന്ന ഇത്ര പെർസെൻറ്റേജ് ഓഫ് വോട്ട് കിട്ടിയാലേ ഇതൊരു രജിസ്റ്റേർഡ് പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ. ഓക്കെ, നേരത്തെ മാങ്ങയായിരുന്നു കഴിഞ്ഞ സീസൺ മാറിയപ്പോൾ ചക്കയായി, ഒരു നാൾ കൈതച്ചക്കയായിരുന്നു. അപ്പോൾ BJP ഐദർ ദേ ഹാവ് എ ഡീൽ ക്ലിയർലി. BJP-യുടെ അണികൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നത് ഞാൻ കരുതുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അവർക്ക് 140 നിയോജകമണ്ഡലത്തിൽ അവർ സീരിയസ് കണ്ടസ്റ്റൻസ് ആയിരുന്നെങ്കിൽ അവർ താമര ചിഹ്നത്തിൽ മത്സരിക്കുമായിരുന്നു. എല്ലാവരും താമര ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് കിട്ടിയാൽ മതി. അവർ 2011 ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ അവർക്ക് 6200 വോട്ടായിരുന്നു മുത്തു എന്ന് പറയുന്ന നിങ്ങളുടെ കലൂര് താമസിക്കുന്ന രാജഗോപാൽ പിടിച്ചത്. പിന്നീട് അവരുടെ ജില്ലാ പ്രസിഡന്റ് എനിക്കെതിരെ മത്സരിച്ചത്, അത് 6000-11,000 വോട്ടായി. അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചപ്പോഴും ഡോക്ടർ KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴും ഒക്കെ അവരുടെ വോട്ട് ഷെയർ 1,00,000 കവിഞ്ഞു പാർലമെൻറ്റിൽ. അപ്പോൾ അവർക്ക് സംഘടനാപരമായ വോട്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് മാറി എറണാകുളം ജില്ലയിൽ തന്നെ 9ഓളം സീറ്റുകളിൽ മത്സരിക്കുന്നത് 2020 ആണ്. അപ്പോൾ ഇതൊരു ഡീലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ശക്തമായ ഡീല്. ശബരിമല ഇരിക്കുന്ന റാന്നി നിയോജകമണ്ഡലം 2020 മത്സരിക്കുന്നത്. അവർക്ക് അവരുടെ ക്യാമ്പയിനിൽ ശബരിമലയൊന്നുമില്ല. അവർ പറയുന്നത് LDF ഗവൺമെൻറ് ചെയ്തെല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട അവരുടെ സീറ്റുകൾ നിങ്ങൾ പരിശോധിച്ചോ, അവർ A ക്ലാസ് സീറ്റ് എന്ന് പറയുന്ന സീറ്റുകളിലൊന്നും
അവർക്ക് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് CPM മാത്രമല്ല, ഇടതുപക്ഷത്തെ മാത്രമല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് BJP കൂടിയാണ്. അത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ആളുകൾ, വോട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. അതിനൊരുപാട് റീസൺസ് ഞങ്ങൾക്കുണ്ട്. അതിലൊന്ന്, അതിശക്തമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ഗവൺമെൻറ്റിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്, വലിയ വികാരമുണ്ട്. അതോടൊപ്പം ഈ അവരുടെ മറ്റ് രാഷ്ട്രീയം, CPM നമ്മൾ കണ്ട CPMൽ നിന്ന് ഒരുപാട് മാറി. അതാണ് CPMൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇന്ന് പുറത്തേക്ക് വരുന്നത്. അത് നല്ല കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഇത്തവണ UDF വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. UDF നേതാക്കളും UDF മുന്നോട്ട് സർക്കാരിനെതിരെ വെച്ച് പല ആരോപണങ്ങളും പലതും കോടതിയിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതി ഇത് നിരാകരിച്ചു. അവസാനം സന്ദേശമായിട്ടൊരു വിഷയം ഉൾപ്പെടെ. അപ്പോൾ സർക്കാർ ഏറ്റവും വലിയ കാര്യമായി ഉയർത്തിക്കാട്ടുന്നത് അഴിമതി ആരോപണങ്ങൾ കാര്യമായി വരാത്ത, വികസനം നന്നായി കൊണ്ടുവന്ന ഒരു സർക്കാരിനെ എന്തുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കണം? ഇതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഉന്നയിച്ച വിഷയമല്ല ശബരിമല. ശബരിമല ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹൈക്കോടതി കണ്ടെത്തിയ ക്രമക്കേടിനെ തുടർന്ന് CPMൻ്റെ MLAമാരായിരുന്ന, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ 90 ദിവസം ജയിലിൽ കിടത്തിയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ജയിലിലാണെന്നാണ് പറയുന്നത്. ജയിലിൽ അതുകൊണ്ടാണ് വേതന വർധന ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. കാരണം അണികൾ മുഴുവൻ ജയിലിലേക്കും നേതാക്കന്മാർ മുഴുവൻ ജയിലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ജയിലിൽ ഉള്ള ആൾക്കാർക്ക് അവർ വെറുതെ ജയിലിൽ പോയതല്ലല്ലോ. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൽ വലിയ ഗുരുതരമായ ക്രമക്കേട് കണ്ടുപിടിച്ചു. ശബരിമല പോലുള്ളൊരു സ്ഥലം, അവിടെ അയ്യപ്പന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാങ്കേതികമായി ചില കാര്യങ്ങൾ, കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറയാതെ, കോടതിയുടെ തന്നെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന SIT ഫോർ ശബരിമല, അവിടുത്തെ അഴിമതി, അവിടുത്തെ സ്വർണ്ണ മോഷണം, അതടക്കം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ മേഖല, അപ്പോൾ നമ്മൾ അഴിമതി ഒരു ഭാഗത്തിരിക്കുന്നു, ആരോഗ്യ മേഖലയിൽ എന്താ സംഭവിച്ചിട്ട്? അപ്പോൾ ഞാൻ ഡിജിറ്റൽ മീഡിയയുടെ കൂടി ചാർജുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ഈ അരിവാൾ കത്രിക നക്ഷത്രം എന്നാണ്. അരിവാൾ ചുറ്റിക മാറി. കാരണം 5 വർഷം വയറ്റിലൊരു കത്രികയായിട്ടൊരു സ്ത്രീ നടക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ, ആരോഗ്യ വകുപ്പിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പറയണം 50 വർഷം ഇരുന്നാലും ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. കൈ അറ്റുപോകുന്ന ഒരു കുട്ടിയുടെ, ആ കുട്ടിയുടെ കാരണം കൊണ്ടല്ലല്ലോ, ചികിത്സയ്ക്ക് പോയതാണ്, തിരിച്ചു വന്നപ്പോൾ കൈയില്ല. ഇതൊന്നും തമാശയായിട്ട് പറയേണ്ടതല്ല. ഇതൊന്നും വളരെ ഗൗരവമേറിയ ചികിത്സാ പിഴവാണ്, മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ആരോഗ്യ കേരളം നമ്പർ 1 കേരളം എന്ന് പറയുമ്പോൾ സർക്കാർ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ആരാ തുടങ്ങിയത്? ഉമ്മൻചാണ്ടിയുടെ സമയത്താണ് കോന്നി മെഡിക്കൽ കോളേജ് തുടങ്ങിയത്, പാലക്കാട് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. 5 മെഡിക്കൽ കോളേജ് ഇല്ലാത്ത സ്ഥലത്ത് തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഈ സഹകരണ മേഖലയിലുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തതും ഞാൻ MLA ആയിരിക്കുന്ന കാലയളവിൽ ഞാനാണ് അതിൻ്റെ ഒരു നിവേദനം തയ്യാറാക്കി എല്ലാം MLAമാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് സർക്കാരിന് കൊടുത്തത്. ഞാനിതെല്ലാം പറയാനുള്ള കാരണം, ഈ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകളുടെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്, അവർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങൾ, ഡോക്ടർമാരും സ്റ്റാഫിൻ്റെയും പാറ്റേൺ, മെഡിക്കൽ ഉപകരണങ്ങളുടെ അഭാവം. ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ആ യൂണിയനിലെ അംഗമായിട്ടുള്ളൊരു ഡോക്ടറാണ്. മെഡിക്കൽ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, സർജറി ചെയ്യാനുള്ള, സ്റ്റിച്ച് ചെയ്യാനുള്ള നൂല് പോലും ഇല്ലാത്ത പല. വണ്ടാനം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീണൊരു സ്ത്രീ മരിച്ചു, ബിന്ദു. ഹർഷീനയാണ് വയറ്റിൽ കത്രികയായിട്ട് നടന്നത്. അപ്പോൾ ആരോഗ്യ മേഖല ഒരു ഡിസാസ്റ്ററാണ്. അപ്പോൾ ജനങ്ങൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുമെന്നുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ കാൻഡിഡേറ്റ്സ് സെക്കൻഡറിയാണ്. ഇപ്പോൾ ഇവിടെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ പേരിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങൾ വോട്ട് ചെയ്യാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ രാഷ്ട്രീയത്തിനെതിരെ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിനെതിരെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ആ വോട്ട് ജനങ്ങൾ ചെയ്യും. ആ വോട്ട്
UDF അനുകൂലമായി മാറും. BJP ഈസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റീവ് ഇൻ കേരള. BJP ഒരിക്കലും ഒരു ഓൾട്ടർനേറ്റീവോ ഒന്നുമല്ല. BJP ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിലും വിലവർധനവാണെങ്കിലും പെട്രോൾ LPG വിഷയങ്ങളാണെങ്കിലും എല്ലാം അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. BJP ഓൾട്ടർനേറ്റീവ് അല്ല, അത് കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടുത്തൊന്നും ഓൾട്ടർനേറ്റീവ് ആവാനുള്ള സാധ്യതയും കാണുന്നില്ല. പക്ഷെ ആ സാധ്യത ഉണ്ടാക്കാനാണ് വൈദ്യുതി നേരത്തെ വർത്താനത്തിൽ പറഞ്ഞ പോലെ കോൺഗ്രസിനെ എങ്ങനെ ദുർബലപ്പെടുത്താമെന്ന് അവർ വളരെ സീരിയസ് ആയിട്ട് നോക്കുകയും അതിനുള്ളിൽ കിടക്കുകയും കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വർഗീയ വർത്തമാനങ്ങൾ മനുഷ്യരുടെ നിത്യജീവിതത്തിലേക്ക് അവരതാണ് ഇവരിതാണ് എന്ന മട്ടിലേക്കുള്ള ഒരു സംഭാഷണം ഇൻജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDF സർക്കാരിനെ തോൽപ്പിക്കുക എന്നത് മാത്രമായിരിക്കില്ല, BJPയുടെ ഈ ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഉത്തരവാദിത്തത്തിന് എത്രത്തോളം സജ്ജമാണ് കോൺഗ്രസും UDFും? അല്ല, നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടാവും. കേരളം കമ്മ്യൂണലി പോളറൈസ്ഡ് ആവേണ്ട ഒരു സ്റ്റേറ്റ് അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു പരിധിവരെ CPM BJP മുഴുവനുമായിട്ടും ചെയ്യുന്നത് അതാണ്. ശ്രീ VD സതീശൻ അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പോകും, മറ്റൊരു ജനറേഷൻ വരും, അവരൊന്നും വർഗീയമായി വേർതിരിക്കപ്പെടുകയോ വർഗീയമായി ചിന്തിക്കുകയോ, ഇപ്പോൾ പള്ളുരുത്തിയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല ഹിജാബ് ഇഷ്യൂ. ഞാൻ പറയുന്നത് നമ്മളുടെ സമൂഹം കമ്മ്യൂണലായി പോളറൈസ്ഡ് ആവാൻ ഇവിടുത്തെ ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജൻസ് അവരെല്ലാം തയ്യാറാവാം. അത് പാടില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്. അതാണ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്. അതിൽ ഞങ്ങൾക്ക് താൽക്കാലികമായ നഷ്ടമുണ്ടായാലും അതൊരു ലോങ് ടേമിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളം ഒരു മതേതര സംസ്ഥാനമായി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി നിലനിൽക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. ആ സ്റ്റാൻഡിലാണ് ഞങ്ങൾക്കതിൽ ചില താൽക്കാലിക നഷ്ടങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങൾക്കെതിരെയുള്ള സമ്മർദ്ദങ്ങളും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതും ഒക്കെ നടന്നോട്ടെ. പക്ഷേ വഖഫ് ഇഷ്യൂ അതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ഇന്ത്യയിൽ 245 MP-മാർ, പ്രതിപക്ഷത്തുള്ള MP-മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ MP-മാർ ഒരു നിലപാടെടുത്തു. അത് വളരെ ക്ലിയർ ആയിരുന്നു. വഖഫ് ബില്ലിലെ അമെൻമെൻ്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി റൈറ്റ്സിനെ കേർട്ടെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മുനമ്പം ലാൻഡ്. ഞാൻ ആ ബില്ലിൽ പ്രസംഗിച്ചു. കാരണം നാളെ ഞാനൊരു MP അല്ലാതെ ഒരു ജനപ്രതിനിധി അല്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ കോൺഷ്യസ് മൈൻഡ് പറയരുത് നിനക്ക് ഒരു അവസരം കിട്ടി പാർലമെൻറ്റിൽ സംസാരിക്കാൻ. പാർലമെൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ, അതായത് ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആ ബില്ലിനെ ഒബ്ജക്റ്റ് ചെയ്ത് ഞാൻ പാർലമെൻറ്റിലെ പ്രൊസീജിയേഴ്സ് നോക്കുന്ന ഒരാളായതുകൊണ്ട് ആ ബില്ലിൻ്റെ അവതരണത്തിന് അനുമതി നിഷേധിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു നോട്ട് കൊടുത്തു. ബില്ല് അവതരണം നിഷേധിക്കണം. ഇറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ ഓഫ് ദ പാർലമെൻറ്റ്. അതിനായിരുന്നു എനിക്കെതിരെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബില്ല് അവതരിപ്പിച്ചു, വോട്ടിനിട്ടു. ആ വോട്ടിനിടുന്നതിന് മുമ്പ് വിവിധ കക്ഷികളിലെ ആളുകൾ സംസാരിക്കും. എനിക്ക് സംസാരിക്കാതിരിക്കാമായിരുന്നു. ഞാൻ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറേ ആളുകളുടെ സമ്മർദ്ദത്തിൽ ഞാൻ സംസാരിച്ചില്ല. പക്ഷെ ഞാൻ ആ ബില്ലിന് എതിരെ സംസാരിച്ചു. ആ ബില്ലിൽ എന്താണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആരും ഇതിനൊരു മറുപടി തന്നില്ല. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, എന്താണ് അണ്ടർ വാട്ട് സെക്ഷൻ, അണ്ടർ വാട്ട് പ്രൊവിഷൻ ആർ ദി പീപ്പിൾ ഓഫ് മുനമ്പം ഗോയിങ് ടു ഗെറ്റ് ദ ലാൻഡ് ദേ ഡിസേർവ്? നമ്മൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത്, ആ ഭൂമി വഖഫല്ല എന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾ ആ നിലപാടിൽ നിൽക്കുമ്പോഴും പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഏത് പ്രൊവിഷനിലാണ് ഇവർക്ക് ഈ ഭൂമി അനുവദിച്ചു കൊടുക്കുന്നത്? പുതുതായി ആഡ് ചെയ്ത പ്രൊവിസോ അനുസരിച്ചാണോ? അല്ലെങ്കിൽ വിൽ ദേ ഹാവ് ടു കണ്ടിന്യൂ ദെയർ ലീഗൽ ബാറ്റിൽ ഫോർ ദെയർ എൻറ്റയർ ലൈഫ്? അവർ നിയമയുദ്ധം നടത്തണോ? അങ്ങനെയാണെങ്കിൽ ബില്ലിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ അവർ നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നന്ദി മോദി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇവിടെ നടത്തി. കിരൺ റിജ്ജു വന്ന് നടത്തി. അത് അയാളുടെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ലീഗൽ
ഇത് നടത്തേണ്ടി വരും. പിന്നെ അത് തിരുത്തി പറഞ്ഞു 2 ആഴ്ച കൊണ്ട് റൂൾസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 വർഷം കഴിയാറായി. റൂൾസ് ഉണ്ടാക്കി, പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കി ഇത് ചെയ്തു. ഭൂമി അവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഭൂമി കരമടയ്ക്കാനുള്ള അവരുടെ അവകാശം അവർക്ക് തിരികെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു നാഷണൽ വൈഡ് കോൺഗ്രസ്സിനൊരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഫ്റ്റർ മുസ്ലിംസ് ഇറ്റ് ഈസ് ക്രിസ്ത്യൻസ്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ നോർത്ത് ഇന്ത്യയിൽ വളരെ രസമാണ്. നോർത്ത് ഇന്ത്യയിൽ കുർബാന നടത്തണമെങ്കിൽ ബജ്രംഗ് ദളിൻ്റെ അനുമതി വേണം. ക്രിസ്മസ് ആഘോഷം തൊപ്പി വഴിയിലിരുന്ന് വിൽക്കുന്ന ആളെ പോലും വെറുതെ വിടുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീമാർ, അച്ഛന്മാർ, അവരെയൊക്കെ നിരന്തരമായി ആക്രമിക്കുക. ഞാനും ഡീൻ കുര്യാക്കോസും ആദ്യത്തെ മാസം പോയ ആളുകളാണ് ഞങ്ങൾ, വിതൗട്ട് എനി സെക്യൂരിറ്റി. ഞങ്ങൾ എം പിമാരാന്ന് പോലും പറഞ്ഞില്ല. ഞങ്ങൾക്ക് അവിടെ അനുമതി നിഷേധിക്കപ്പെടും. ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും പോയത്, ചുരം, ചന്ദ്രപൂർ അടക്കം ക്യാമ്പുകളിൽ പോയത്. അപ്പോൾ അവിടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പള്ളികളെല്ലാം വ്യാപകമായി തകർക്കുന്നു, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകർക്കുന്നു, സ്കൂളുകൾ അടിച്ചു പൊളിക്കുന്നു, രാത്രി കാലങ്ങളിൽ സ്കൂള് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും നോർത്ത് ഇന്ത്യയിലും മൈനോറിറ്റീസ്, ക്രിസ്ത്യൻസ് അവരനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രയാസവും ചെറുതല്ല. അപ്പോൾ മൈനോറിറ്റീസിനോട് ഉള്ള അടിസ്ഥാനപരമായ സംഘപരിവാറിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക ഇന്ത്യയെ എന്നുള്ളതാണ്. അപ്പോൾ അവരതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ അവർ കണ്ട ഒരു ഏറ്റവും വലിയ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ മുസ്ലിംസിനെ തമ്മിൽ തല്ലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ തന്ത്രം പക്ഷേ ഇവിടുത്തെ ചില സഭ ആളുകളുടെ ചില വിഷയങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ കേൾക്കുമ്പോൾ കൊണ്ടിട്ടുള്ള നയതന്ത്രം നടക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അല്ല, അതിൻ്റെ ഇടയ്ക്കാണല്ലോ ഇവർ ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ നിലപാട് മാറ്റി ക്രിസ്മസിൻ്റെ അന്ന് ഗോൾഡക്കാന പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുത്തു. എല്ലാ ബിഷപ്പുമാരെയും വിളിച്ച് ക്രിസ്മസ് വിരുന്ന് കൊടുത്തു. വളരെ, ഞാൻ പറഞ്ഞില്ലേ, നല്ല കാര്യങ്ങളാണ്, സിമ്പിളായിട്ടുള്ള. ഞാനൊരു 2-3 ചോദ്യം നിങ്ങൾ ഏതെങ്കിലും BJP-ക്കാരെ കാണുമ്പോൾ ചോദിച്ചു. ഇവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ MLA ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്സിൽ, ആംഗ്ലോ ഇന്ത്യൻ MP-മാരുണ്ടായിരുന്നു. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് കൊടുത്ത, ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ കൊടുത്തതാണ്. അത് ഒഴിവാക്കി. 2019 കഴിഞ്ഞിട്ട് ആ ബില്ല് പാസ്സാക്കിയ, ആ അമെൻമെൻറ്റ് വരുത്തിയതിന് ശേഷം, അമെൻമെൻറ്റ് എന്തിനായിരുന്നു അറിയോ? SC/ST-കാരുടെ റിസർവേഷൻ 10 വർഷം കൂടി നീട്ടുക. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച് ഭരണഘടന നിലവിൽ വന്ന് 70 വർഷമായി. അവരിപ്പോഴും പിന്നോക്ക അവസ്ഥയിലാണ്. അവരെ ഇനിയും 10 വർഷത്തേക്ക് അവർക്ക് ആ റിസർവേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു B എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ടായി, അത് അങ്ങോട്ട് എടുത്ത് മാറ്റി. ആ B എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻസിന് ഉണ്ടായ MP-മാരും MLA-മാരായിരുന്നു. ഇന്ത്യ ലോക്സഭയിൽ 2 MP-മാരും അസംബ്ലികളിൽ ഓരോ MLA-മാരുമായിരുന്നു. എടുത്തു മാറ്റി. പറഞ്ഞെന്താണെന്നറിയോ? 136 ആംഗ്ലോ ഇന്ത്യൻസാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ ഈ വൈപ്പിനിലും ഫോർട്ട് കൊച്ചിയിലും പച്ചാളത്തും വടുതലയിലും പോയാൽ അതിനേക്കാളും ഒരു 10-20,000 ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടാവും. കാൽക്കട്ട, ബോംബെ, ചെന്നൈ, ഹൈദരാബാദ്, ഇവിടെ എല്ലാം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഇന്ത്യൻ റെയിൽവേസും ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെ ഇത് ചെയ്തതിൻ്റെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ അവരെ നിങ്ങൾ തിരികെ നൽകുമോ? മോദിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഈ MLA-മാരെ MP-മാരെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ റൈറ്റ്സ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? FCRA ആർക്കെങ്കിലും വേണമെങ്കിൽ ആദ്യം പോയി അമിത്ഷായെ കാണണം. FCRA കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രിസ്ത്യൻ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരത് തടഞ്ഞു വയ്ക്കുകയാണ്. അവിടെ ചെന്ന് ഏതെങ്കിലും BJP നേതാക്കന്മാരെ പോയി ഇവരെ കണ്ടു കഴിഞ്ഞാൽ കൊടുക്കും. ഇന്ത്യ 60 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ സുതാര്യമായി ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഫോറിൻ എയ്ഡ് കിട്ടും, ഇവിടെ ആശുപത്രികൾ വരും, ഓൾഡ് ഏജ് ഹോം വരും, ഇവിടെ ഓർഫണേജസ് ഉണ്ട്, അവർക്കുള്ള സഹായം ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് മൈനോറിറ്റീസ് ഘട്ടമായിട്ട് അവരുടെ അവകാശങ്ങൾ കേട്ടയിൽ ചെയ്ത് വരികയാണ്. അത് ഇവർ മനസ്സിലാക്കും. വൺ ഡേ ഓർ ദി അതർ ഞാൻ വിശ്വസിക്കുകയാണ്. അത് ഈ ആക്രമണങ്ങളിലൂടെ കുറേ ആളുകൾ, ബിഷപ്പുമാർ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ മാറ്റി പറഞ്ഞു.
ഇനി ഉള്ള ദിവസങ്ങളിൽ അത് മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഇപ്പൊ നമ്മുടെ ഈ വിഷയങ്ങൾ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള പിണറായി വിജയന്റെ പ്രസ്താവന, രാഹുൽ ഗാന്ധി സ്ഥിരമായി രാഷ്ട്രീയമായിട്ടല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും നേരിടും, കളിയൊക്കെ വെച്ചു നമ്മൾ നാട്ടുപുറത്ത് പറഞ്ഞുള്ള വർത്താനം പറഞ്ഞ് അങ്ങനെ ഈ വർത്താനത്തിലാണ് കൈകാര്യം ചെയ്യുക. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നത് ഒരു നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ ശൈലിയിലുമല്ല, വർത്തമാനമാണെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണെങ്കിലും. അപ്പൊ അത് ഈ രാഹുൽ ഗാന്ധിയെ നേരിടുന്ന വിധത്തെ കുറിച്ച് കൈവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് BJP സ്ട്രാറ്റജിയാണ്. ഇന്നലെ സച്ചിൻ പൈലറ്റ് നടത്തിയ പ്രസ് കോൺഫറൻസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ ചിത്രം വെച്ചിട്ടുള്ള ബോർഡുകളുണ്ട്, വേറെ ഒന്നുമില്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം ഇല്ല, ഒന്നുമില്ല, പിണറായി വിജയൻ്റെ ഫേസ്. നരേന്ദ്രമോദിയും അതേ കാഴ്ചപ്പാടുള്ള ആളാണ്. രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ ഇന്ന് സംഘപരിവാർ RSS ശക്തികളെ എതിർക്കുന്ന ഒരേ ഒരു നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലും അകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ MP എന്ന പദവി പോലും എലക്ട് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ടെന്യൂർ തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിയത് കോടതി വിധിയിലൂടെയാണ് റീഇൻസ്റ്റേറ്റ് ചെയ്തത്. അപ്പോൾ അവർ വളരെ ക്ലാരിറ്റിയോടുകൂടി രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കും. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഒരു ചായ കുടിച്ചാൽ, ഒരു പഴംപൊരി തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിയാക്കുന്നത് മുഴുവൻ അത് വെച്ചിട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ നെറേറ്റീവാണ്, BJP നെറേറ്റീവാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് രാഷ്ട്രീയപരമായി അല്ല എതിർക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നാൽ സീതാറാം യെച്ചൂരിയേക്കാൾ വലിയ ഇതൊന്നുമില്ലല്ലോ. സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം, എത്രത്തോളം സ്വീകാര്യതയാണ് അദ്ദേഹം ഇടതുപക്ഷ നയങ്ങൾക്കും ഇന്ത്യ ആസ് എ ഹോൾ RSSനെയും BJPയെയും എതിർക്കേണ്ടത് എല്ലാ ഓപ്പണൻസും ഒരുമിച്ചാണ് എന്ന് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. അതിൽ സീതാറാം യെച്ചൂരിയും ഇയാളുടെയും രാഹുൽ ഗാന്ധിയുടെയും കോൺവെർസേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ സമരം ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഒരു പ്രതിപക്ഷ നിരയിൽ CPIMൻ്റെ CPIയുടെ ആളുകളെ അദ്ദേഹം തന്നെ, നിങ്ങൾ എളമരം കരീമിനോടോ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയോ, എപ്പോഴും നമ്മുടെ ആളുകൾ കൊണ്ടുവന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ അവരെ പ്ലേസ് ചെയ്യും. കാരണം അതൊരു ലാർജർ പ്ലാറ്റ്ഫോമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസും CPIയും നേരിട്ട് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടതുപക്ഷ നയങ്ങളെ ഈ സ്റ്റേറ്റിൽ എതിർക്കുമല്ലോ. അതിന് ഇത്ര അസഹിഷ്ണുത തോന്നേണ്ട കാര്യമില്ല, അതിനെ രാഷ്ട്രീയമായി നേരിടണം. അതിന് പകരം ഞാൻ ഈ പറഞ്ഞ CPM BJPയുടെ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, പപ്പു എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന നെറേറ്റീവ്, അത് തന്നെ ഫോളോ ചെയ്യുന്നു. അത് തന്നെ അവർ പറയുന്ന എന്താണ്, ആരായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു, ചക്കപ്പഴം കണ്ട അല്ലെങ്കിൽ ജിലേബി കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ നിലവാരം കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് വോണ്ട് ഹെൽപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് അതൊരു BJP നെറേറ്റീവാണ്. രാഹുൽ ഗാന്ധി എതിർക്കുന്ന ആ നെറേറ്റീവ് CPM ഫോളോ ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ദെയർ ഓൺ ദി സെയിം പേജ് എന്ന് പറയും. അപ്പൊ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇത് എങ്ങനെ മനസ്സിലാവും, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് ഹൈബി കണക്ക്? രാഹുൽ ഗാന്ധി എന്താണെന്നുള്ളത്, രാഹുൽ ഗാന്ധിയുടെ കോൺവെർസേഷൻസ് കണ്ടിട്ടുള്ള, രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹം ഒരു സ്ത്രീകളായാലും ന്യൂനപക്ഷങ്ങളാണെങ്കിലും ഇന്ത്യയിലെ അവശത അനുഭവിക്കുന്ന കർഷകരാണെങ്കിലും അവരോടൊന്നും ഡിസ്റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല. ഹി വാസ് ഓൾവേസ് ജെൻറ്റിൽ, ഹി വാസ് ഓൾവേസ് ഓണസ്റ്റ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ടു ഓണസ്റ്റ് ആണെന്നാണ്. കൂടുതൽ ഒരു രാഷ്ട്രീയക്കാരൻ ആവുന്നതിനേക്കാൾ കൂടുതൽ ഓണസ്റ്റ് ആയി എന്നുള്ളത് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ഓപ്പണാണ്. അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഒരു തലമുറ, പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു തലമുറ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഹൈബി ഒക്കെ പാർലമെന്റിലെ ഇടയ്ക്കിടയ്ക്ക് സസ്പെൻഷൻ കിട്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് പുറത്താവുന്ന ഒരു വിദ്യാർത്ഥിയാണ് പാർലമെന്റ് ക്ലാസ്സിൽ. അപ്പോൾ ആ പ്രഷർ ഇനിയും തുടരുമോ, ആ ഫൈറ്റ് ഇനിയും തുടരുമോ? അല്ല, ഞങ്ങള് പാർലമെന്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങൾ പാർലമെന്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പാർലമെന്റിൽ ചില ആൾക്കാർ പറയില്ല, മുണ്ട് കുത്താൻ പോലും എഴുന്നേക്കില്ല എന്ന് പറയുന്ന ചില ആൾക്കാരെ നമ്മൾ വിജയിപ്പിച്ചു വിടാറുണ്ട്. ഞങ്ങൾ പാർലമെന്റ് ഡിബേറ്റ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, ഞാൻ സസ്പെൻഷൻ റിവോക്ക് ചെയ്ത പിറ്റേ ദിവസം എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരുന്നു. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ഡിബേറ്റ്സ്, നമ്പർ ഓഫ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ, ഞങ്ങളുടെ ഇൻ്റർവെൻഷൻസ്, ഇതെല്ലാം നോക്കിയാൽ ഞങ്ങൾ ആക്റ്റീവ് പാർലമെൻറ്റേറിയൻസാണ്. അതുപോലെ തന്നെ ഞങ്ങൾ
വിഷയങ്ങളെ ആസ്പദമാക്കി പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എം പിമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ആളുകളാണ്. ഈ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് 2 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന പാർലമെൻറ്റിൽ 18ാം ലോക്സഭയിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയം വളരെ സിമ്പിളാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിക്കണം. അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് മാത്രമല്ല, അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ചില മുൻകാല രീതികളനുസരിച്ച് പ്രതിപക്ഷത്ത്, ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ AKG ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം എഴുന്നേറ്റാൽ പാർലമെൻറ്റ് വിൽ ഗിവ് ഹിം ഡ്യൂ റെസ്പെക്റ്റ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ ഒരു സമയക്രമമൊന്നും നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് അവകാശം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ കയറി പ്രതിഷേധവും ബഹളവും ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞതുപോലെ അത് ഇറ്റ് ഈസ് എ വോയിസ് വിച്ച് ഷുഡ് ബി ഹേർഡ്. ലോകം, ഇന്ത്യ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദമാണ് രാഹുൽ ഗാന്ധിയുടെ. അതിനെ പ്രതിരോധിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളുടെ ആ പ്രതിഷേധം കണ്ടിന്യൂ ചെയ്യും. സസ്പെൻഷൻ ആസ് എ പാർലമെൻറ്റേറിയൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം എൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് താഴെ വരും, എൻ്റെ അറ്റൻഡൻസ് ഞാൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം താഴെ വരും. അതൊന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ ബൈ ആൻഡ് ലാർജ് ഫോർ എ കോസ് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ തുടർന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ വിയോജിപ്പുകൾ തുറന്നു പറയാനുള്ള സ്പേസ് ഇല്ലാതാക്കുക എന്നതാണ് ഏതൊരു ഭരണാധികാരിയും ഏറ്റവും ശക്തയുക്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ചോദ്യങ്ങളില്ലെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ ആ ഫൈറ്റ് ഇത്ര ലളിതമായിരിക്കില്ല. ഞങ്ങളെപ്പോഴും പാർലമെൻറ്റിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 മാസം സസ്പെൻഷനിലായിരുന്നപ്പോൾ ഞങ്ങൾ പുറത്തിരുന്ന് പ്രതിഷേധിച്ചപ്പോൾ നാഷണൽ മീഡിയയോട് ഞങ്ങൾ പറഞ്ഞത്, ഒരു പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഓപ്പോസിഷൻ ഹാസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഈക്വൽ സ്പേസ്. നമ്മുടെ ശക്തർ ആൻഡ് കോളിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇസ് എ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ്. അപ്പോൾ പ്രതിപക്ഷം ക്രിയേറ്റീവായി ഇൻ്റർവ്യൂൻ ചെയ്താലേ ഡെമോക്രസിയുടെ ഒരു സൗന്ദര്യം പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത്, ഇപ്പം നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരോട് തന്നെ ചോദിച്ചോ, നമ്മുടെ കമ്മിറ്റി ടൂർ പോകുമ്പോഴും ഇൻ്റർനാഷണൽ ഡെലിഗേഷൻസ് പോകുമ്പോഴും മൻമോഹൻ സിംഗ് ജി ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ പി രാജീവ് അടക്കമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം പ്രണബ് മുഖർജിയോടൊപ്പം ഒക്കെയാണ്. കാരണം അവരെല്ലാവരും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ ഈ LPG ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഇഷ്യൂ ഉണ്ടായി, ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ വിട്ട് ഒന്ന് ഞാൻ മാറിയാൽ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാം UPA സർക്കാരിന് നൽകിയ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് 60 MP മാരുണ്ടായിരുന്നു. എന്നിട്ട് അവർ പുറത്തുനിന്നാണ് പിന്തുണച്ചത്. രണ്ടാം UPA സർക്കാരിന് അവർ തന്നില്ല പിന്തുണ. കാരണം 1, 2, 3 എഗ്രിമെൻറ്റും ന്യൂക്ലിയർ ഡീലും ഒക്കെ പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. ആ ആൾക്കാർ എന്തുകൊണ്ടാണ് വളരെ ശക്തിയുക്തം മോദിക്കെതിരെ BJPക്കെതിരെ പ്രതിഷേധിക്കാത്തത്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പാർലമെൻറ്റ് ഡെമോക്രസിയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്. അത് കാലം തിരിച്ചറിയും. അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള മിക്കവാറും വിഷയങ്ങൾ ചർച്ചകൾക്ക് വന്നിട്ടുള്ളതാണ്. അദാനി എന്ന് പറയുന്നൊരു ജയൻറ്റിനെതിരെ അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് സ്ട്രക്ചർ, അദ്ദേഹം ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഹൈബിയുടെ രാഷ്ട്രീയം എന്ന നിലയിൽ ആർക്കും ഒരു സംശയമില്ല. ഹൈബി കുറേ കാലമായി കഷ്ടത്തിലുണ്ട്. പക്ഷെ മറ്റു പാർട്ടിയിലുള്ള ജനപ്രതിനിധികളുമായും സർക്കാരുകളുമായും എപ്പോഴും ഒരു കോഡ് റിലേഷൻഷിപ്പ് ഹൈബി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ബാലൻസ് ചെയ്തു പോകും? അല്ല, പാർലമെൻറ്റ് ഞാനിപ്പോൾ 2019 പാർലമെൻറ്റിൽ പോയല്ലോ. പാർലമെൻറ്റ് ഒരു ലാർജർ സ്പേസാണ്. അപ്പോൾ ഇവരുടെ സൗഹൃദങ്ങൾ നമുക്ക് പലപ്പോഴും ഇപ്പോൾ കോവിഡ് ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. അന്ന് വേറെ പാർട്ടിയിലെ എൻ്റെ ഫ്രണ്ട്സാണ് നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവർക്ക് ട്രെയിൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും അവരെ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതും, പല ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ, പല നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ മലയാളികൾ കുടുങ്ങി കിടക്കുമ്പോൾ അവരെയൊക്കെ കൊണ്ടുവരുന്നത് പാർലമെൻറ്റിൽ. ഞാനൊരു 35ാമത്തെ വയസ്സിലാണ് പോയത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് യങ് MPs, ആന്ധ്ര, തെലങ്കാന, എല്ലായിടത്തെ ആൾക്കാരുമായിട്ട് ഞാൻ നല്ലൊരു ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ദി പൊളിറ്റിക്കൽ ഡിഫറൻസസ് എന്തോ ഞാൻ NSUയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റൊക്കെ ആയിരുന്നതുകൊണ്ടായിരിക്കാം ഭാഷാപരമായ
പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് പുലർത്തുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിനും ഒക്കെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. ഈ എത്രയാവും അവസാനം സർക്കാർ ഇലക്ഷൻ കഴിയുമ്പോൾ UDF പ്രതീക്ഷിക്കുന്ന സീറ്റ് എത്രയാണ്? ഞങ്ങൾ 100ഓളം സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കോർപ്പറേഷൻ ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ ഇത്രയും വലിയ വിജയം ഉണ്ടാവും. അതിനൊരു സ്വിങ് ഉണ്ടായിരുന്നു. ഒരു ജനങ്ങളുടെ ഒരു പ്രതിഷേധം വോട്ടായി മാറി. അതുപോലെ തന്നെ ഒരു സ്വിങ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും എന്ന് നിങ്ങൾ കരുതുകയാണ്. അത്രയും ലോക്കലായ ഇഷ്യൂസ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കിയത്, ഭരണവിരുദ്ധ പ്രകാരം എല്ലാം. അല്ല, ലോക്കൽ ഇഷ്യൂസ് അല്ലല്ലോ. ഇപ്പം നിങ്ങൾ വളരെ എക്സ്ട്രീംലി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പഞ്ചായത്തുകളാണെങ്കിലും ചില സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം അവർക്കെതിരെ വികാരം പ്രകടിപ്പിച്ചത് അതിനൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു രണ്ടുപേരും കൂടി ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെ വ്യക്തിത്വം നോക്കി, നമ്മൾ ആക്സസബിലിറ്റി നോക്കി, നമ്മൾ ലോക്കലി ഇടപെടുന്നത് നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പാറ്റേൺ നോക്കിയാലും കോർപ്പറേഷൻ്റെ പാറ്റേണൊക്കെ നോക്കിയാൽ അത് പ്രകടമായിരിക്കും. പഞ്ചായത്തിൽ അത്രയും പ്രകടമായിരിക്കില്ല എങ്കിൽ പോലും നമ്മൾക്ക് നമ്പർ ഓഫ് പഞ്ചായത്ത്സ് ഇത് നോക്കിയാൽ അറിയാം. അതിൽ ഒരു ന്യൂട്രലായിട്ടുള്ള വോട്ടേഴ്സ്, സ്വിങ് വോട്ടേഴ്സ്, അവർ ഗവൺമെൻറ്റിനെതിരെ അവരുടെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസ്സിന് UDFന് ഇത്രയും വലിയ വിജയം ഉണ്ടായത്. മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷമില്ല. എറണാകുളം ജില്ലയിൽ 3 പേര്, അതിലൊരെണ്ണം ഞങ്ങളുടെ നോമിനേഷൻ തള്ളിപ്പോയതാണ്. 2 പേരാണ് ശരിക്കും ടെക്നിക്കലി പറഞ്ഞാൽ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചു പിടിച്ചു, ബഹുഭൂരിപക്ഷം വരുന്ന മുനിസിപ്പാലിറ്റീസ് തിരിച്ചു പിടിച്ചു. അപ്പോൾ അത് ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വിധിയെഴുത്താണ്. അത് തുടരും, വിധിയെഴുത്ത് തുടരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഇത്രയും സമയം താങ്ക് യു. Subscribe to One India and never miss an update.